നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 16-ാം തീയതി 1201 ആണ്ട് ധനുമാസം 1-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചോതി നക്ഷത്രമാണ്. നക്ഷത്രമൊക്കെ ശുഭനക്ഷത്രമാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച പൊതുവേ പാപഗ്രഹമാണ് ചൊവ്വ. ശുഭകാര്യങ്ങൾക്ക് നല്ല ദിവസമല്ല ചൊവ്വാഴ്ച. ശത്രുഗ്രഹവും കൂടിയാണ് ചൊവ്വ. അതുകൊണ്ട് ചൊവ്വയ്ക്ക് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. ശത്രുക്കളെ ഉണ്ടാക്കുക, കേസ് വഴക്കുകളിൽ പെടുത്തുക, അതുപോലെ തീപ്പൊള്ളൽ വരുത്തുക, മുറിവ് ചതവൊക്കെ വരുത്തുക, ഇതൊക്കെ ചൊവ്വയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് വണ്ടി ഓട്ടിക്കുന്നിടത്ത്, അതുപോലെ അടുക്കള പണിയൊക്കെ ചെയ്യുന്നിടത്ത് ഒക്കെ സൂക്ഷിക്കുക. പൊള്ളൽ വരാനോ അല്ലെങ്കിൽ ചെറിയ ചതവ് മുറിവുകളൊക്കെ വരാനോ ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ വളരെ ഫിസിക്കലി സൂക്ഷിക്കണം. അതുപോലെ തന്നെ ശത്രുത ഉണ്ടാകാൻ ഇടയുള്ളത് കൊണ്ട് മേലുദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ വളരെ അവരെന്തെങ്കിലും ഷൗട്ട് ചെയ്താൽ പോലും അങ്ങ് വിട്ടുകളയണം. എന്തെങ്കിലും മറുത്ത് പറഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി ഭവിക്കും. കാരണം ശത്രുക്കൾ ഉണ്ടാവും, ശത്രുത കൂടും. അതുപോലെ മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥർ സംസാരിക്കുമ്പോഴും സൂക്ഷിക്കണം. കാരണം നാളെയും നമുക്ക് അവരെ കാണേണ്ടതാണ്. അവരെ മനസ്സിൽ വച്ച് പെരുമാറും. പിന്നെ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വാക്ക് തന്നെ ശത്രുതയ്ക്ക് വഴിതെളിക്കും. ഇത് നമുക്കൊന്ന് ഒരു ദിവസത്തെ കാര്യമാണ്. പക്ഷേ ധനുമാസം 1-ാം തീയതി ആണ് വന്നതുകൊണ്ട് ധനുമാസത്തിലെ ചോതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ആക്സിഡൻറ്റ് വരാം, തീപ്പൊള്ളലേക്കാം, കേസ് വഴക്കുകൾ വരാം. ഭൂമിയുമായി ബന്ധപ്പെട്ട്, ഭൂമികാരകനാണ് ചൊവ്വ, ഭൂമിയുമായി ബന്ധപ്പെട്ട് ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട് കേസ് വഴക്കുകളോ പ്രശ്നങ്ങളോ ശത്രുക്കളോ ഒക്കെ വർത്തിക്കാം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകണം. ഒരു വർഷത്തെ ഫലത്തെ ആവുമ്പോൾ നമുക്ക് അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യണം. പ്രധാനമായിട്ട് മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മാസത്തിൽ ഒരു ചൊവ്വാഴ്ച എങ്കിലും പാൽപ്പായസമോ തുളസിമാലയോ ശരിക്ക് ഭഗവാന് നടത്തുന്നതിനൊപ്പം തന്നെ മുരുകന് ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇതിലേതെങ്കിലും നടത്തണം. അതിന് ഒപ്പം തന്നെ ഒരു സുബ്രഹ്മണ്യ യന്ത്രം മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷയായിട്ടോ ഒരു താഴ്ത്തായിട്ട് പേഴ്സിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ബാഗിൽ വയ്ക്കുകയോ നമ്മളെ കൂടെ ഉണ്ടാവണം. ഒരു സംരക്ഷണാർത്ഥം വയ്ക്കുക. ഒരു വർഷത്തേക്ക് മതി. അത് കഴിയുമ്പോൾ നമ്മളെ സമയം മാറും. ഈ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസവും സമയം നല്ല ദിവസമല്ല. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കണം. യാത്രയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് രാവുകാലം പറഞ്ഞതെങ്കിലും രാവുകാലം നോക്കി പോകണം. 3:11 തൊട്ടാണ് രാവുകാലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്ക് 3 തൊട്ട് 4 വരെ, 4:30 വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3:11 തുടങ്ങുകയുള്ളൂ. 4:37 വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം ഒരു ശുഭയാത്രയ്ക്ക് നല്ലതല്ല. ഇതിന് മുമ്പോ പിൻപോ യാത്ര തുടങ്ങുക. അതുപോലെ ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. ഇന്ന് പ്രത്യേകിച്ച് അതിൽ ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 12:20 തൊട്ട് 1:46 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 9:29 തൊട്ട് 10:54 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതേപോലെ അഭിജിത്ത് മുഹൂർത്തം, ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. അഭിജിത്ത് മുഹൂർത്തം 48 മിനിറ്റ് നേരമുണ്ട്. അതായത് 11:56 തൊട്ട് അഭിജിത്ത് മുഹൂർത്തം സ്റ്റാർട്ട് ചെയ്യും. 12:44 വരെ ഉണ്ട്. ഇതിനകത്തൊരു 4 മിനിറ്റ് നേരം മധ്യഭാഗം പൊഴിച്ച് 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അത് ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റെഡ് കളറിലുള്ള വസ്ത്രം ധരിക്കുകയോ അല്ലെങ്കിൽ റെഡ് മിക്സ് ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസം ചൊവ്വയുടെ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി ശരിക്ക് പ്രപഞ്ചേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.